രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, 5 മണിക്ക് ശേഷം ക്യൂ കാണാനില്ല, പക്ഷേ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? EVM-ലുള്ള സംശയമാണ് റേസ് ചെയ്യുന്നത്. എങ്ങനെയാണിത്? രണ്ടാമതൊരു കാര്യം, ഫോം 17C എന്നൊരു ഫോമുണ്ട്. പോളിംഗ് കഴിയുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോഴും കാൻഡിഡേറ്റിൻ്റെ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജൻറ്റിന് ഈ 17Cയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം രേഖപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ആ സ്ഥാനാർത്ഥിക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഇവിടെ ഇത്ര വോട്ടാണ് ആകെ പോൾ ചെയ്തിരിക്കുന്നത്, കൗണ്ടിങ് ഡേയിലേക്ക് ഉറപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതൊരു സെക്കൻഡിൽ അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴോ 10 മിനിറ്റ് കഴിയുമ്പോഴോ 48 മണിക്കൂർ കഴിയുമ്പോഴോ അത് മാറില്ല. മാറിയാൽ ആ EVM-ൽ പ്രശ്നമുണ്ട്. ഇവിടെ 6% വരെ വർധന ഉണ്ടായതായിട്ടാണ് നമ്മൾ പറയുന്ന ഔദ്യോഗിക പാർട്ടികൾ എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയും അത്രയൊന്നുമില്ല, 2% മുതൽ 3% വരെയുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അതിനുശേഷം വർധന ഉണ്ടായത്? അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് പറയും. നിങ്ങൾ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോട് വേണേൽ ചോദിക്കൂ, എങ്ങനെ മാറും? മാറില്ല, മാറാൻ പാടില്ല. മാറിയാൽ അതിൽ പ്രശ്നമുണ്ട്.